മലയാളികൾക്കും എസ്പെഷ്യലി മലബാറികൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇഷ്ടപ്പെട്ട രണ്ട് കലാരൂപങ്ങളാണ് തെയ്യവും തിറയും. അൺഫോർച്ചുനേറ്റ്ലി ഇത് രണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറുപ്പം മുതലേ പെരുന്നാളും പൂരവും ഒക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണെങ്കിലും ഇതുവരെ അതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ നമ്മൾ കൂടെ നിൽക്കില്ലേ? അതുപോലെ തന്നെ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ കൂട്ടുന്നില്ലെങ്കിൽ വേറെ ആരുണ്ടാവുക? അതിന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം. ദാറ്റ്സ് കോൾഡ് സെൽഫ് ലവ്. അപ്പോൾ ഇൻട്രോ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരിക്കാൻ പോണ ദിവസമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു തിറ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ തിറ കാണാനായിട്ട് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കുടുംബക്ഷേത്രമായ ശ്രീ കളരിയുള്ളതിൽ ഭഗവതി ക്ഷേത്രം. അത് വരുന്നത് വടകരയാണ്. അങ്ങനെ നമ്മൾ വണ്ടി കയറി വടകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ടെമ്പിളിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് കുട്ടിച്ചാത്തനാണ്. കുട്ടിച്ചാത്തൻ ടെമ്പിൾസിൽ അധികം ഞാൻ പോയിട്ടില്ല, അതും ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ നമ്മൾ വടകര എത്തിയിരിക്കുകയാണ്, വിശാലമായ വടകര സ്റ്റേഷൻ. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഭാഗം എന്തോ പൊളിച്ചിട്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട് എന്നെയും എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിനെയും പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വന്നിട്ടുണ്ട് ഇതേ നിൽക്കണം മുടുക്കനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ ചങ്കു ബ്രോ അശ്വിൻ. അപ്പോൾ അവനും അവൻ്റെ അനിയന്മാരും കൂടെ കൂട്ടിയിട്ട് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി അവൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോണത്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അബ്രോഡായിരിക്കുന്ന സമയം തൊട്ടിട്ട് എല്ലാ പ്രാവശ്യവും അവൻ തിറ വരുന്ന സമയത്ത്, ഉത്സവം വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരാൻ പറയും. പക്ഷെ കറക്റ്റ് ആ ടൈമിൽ എനിക്ക് ലീവ് കിട്ടാറില്ല. ഒന്നുമില്ലെങ്കിൽ അതിന് മുന്നേ അല്ല അതിന് ശേഷമാണ് ഞാൻ വരാറ്. അങ്ങനെ ഞങ്ങൾ അശ്വിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ വേറെ കുറേ കസിൻസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇരുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ബിസിനസ് പ്ലാനിങ്സ് ആണ് ഗൈസ്. ഇത് ഞങ്ങൾ എപ്പോൾ കൂടിയാലും അങ്ങനെയാണ്. ഇരുന്ന് ചിരിക്കുന്നതിനെ കണ്ടോ? ഇത് എന്നെപ്പോലെ പാലക്കാട് നിന്ന് തിറ കാണാൻ വേണ്ടി വന്ന വേറൊരു ഐറ്റം ആണത്. അപ്പോൾ ആളും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെറുതെ അവിടെ വന്നിട്ട് ചില്ലടിച്ചു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ കളിയാക്കുകയാണ് ഗൈസ്, സിനിമയിലെടുത്തു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ആസ് യൂഷ്വൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഉപ്പിലിട്ടതും കുറേ കളിപ്പാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. തിറ തുടങ്ങുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും. ആഫ്റ്റർ ഒരു 1 o'clock ആ ടൈമൊക്കെ ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേ നല്ല തിരക്കാണ്. മാത്രമല്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കലശമൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നോക്ക് എന്ത് തിരക്കാന്ന് നോക്ക്. ഞാൻ അതിൻ്റെ കൂടെ ഞൊയിഞ്ഞ് കയറി പോവാണ്. ബിക്കോസ് എനിക്കിത് കാണുകയും വേണം, വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കണം. അപ്പം ഈ കറങ്ങണ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതധികം കണ്ടിട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് തിറ കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ കറങ്ങുന്ന സംഭവത്തിൻ്റെ പേരെന്താന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മേ ബി എനിക്ക് മാത്രമായിരിക്കും അറിയാത്തത്. അപ്പം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഇരിക്കണ ഈ സംഭവം കണ്ടോ? ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് കെട്ടിയിട്ടുള്ള തിറ. പക്ഷെ നമ്മളിന്ന് കാണാൻ പോകുന്ന തിറ തീ കുട്ടിച്ചാത്തൻ തിറയാണ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യമേ തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിറകുകളെല്ലാം എരിഞ്ഞ് കത്തി കനലായതിനു ശേഷമാണ് നമ്മുടെ തിറ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആൻഡ് അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കലശം വരാനുണ്ട്. അപ്പോൾ അതിനും കൂടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുറേ നേരം നിന്ന്
ഞാൻ മടുത്ത്. അപ്പോൾ വെയിറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നോക്കിയിട്ട് ചായ മാത്രം കാണാനുള്ള, ബാക്കി ഉപ്പിലിട്ടതും എല്ലാം ഉണ്ട്, ചായ ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു മൂലയ്ക്ക് ചായ തപ്പി കണ്ടുപിടിച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എന്നാലും ടൈം പോവില്ല, ഒരുപാട് ടൈമുണ്ട്. നമ്മളവിടെ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 7 o'clock ആണ്. തിറ തുടങ്ങുന്നത് എന്തായാലും രാത്രി ഒരു 1 മണിയെല്ലാം കഴിയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കലശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൂക്കലശം വരികയാണ്. ഇത് 1 or 2 അല്ല, ഒരുപാട് പൂക്കലശമുണ്ട്, ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരെ തിരക്കായതുകൊണ്ടും ആൾക്കാർ നിൽക്കുന്നത് കൊണ്ടും അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പോലും പറ്റുന്നില്ല, അത്രയും തിരക്കുണ്ട്. അവിടെ അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാനുള്ള തടയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടൈം എടുക്കും ഗൈസ്, ബിക്കോസ് ഈ വരുന്ന ഓരോ പൂക്കലശം ടീമും അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേതോ ഒരു ടീമിൽ നമ്മുടെ അശ്വിനും ഉണ്ട്, പക്ഷെ അവൻ ഏതിനകത്താണ് നമുക്ക് കാണാൻ പോലും പറ്റാത്തത്ര തിരക്കിലാണുള്ളത്. അപ്പോൾ പൂക്കലശം വന്ന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വെയിറ്റിംഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. തീയെല്ലാം കെട്ട് കനലായിട്ടുണ്ട്. പൂക്കലശം ഓൾമോസ്റ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ തിറ വരുന്നതായിരിക്കും. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ തിറയായിരിക്കും അടുത്തത് നടക്കാൻ പോകുന്നത്. അപ്പോൾ യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ തിറ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഫസ്റ്റ് ടൈം കാണാനായിട്ട് പോവാണ്. അപ്പം നമ്മുടെ തിറയുടെ ഫസ്റ്റ് ബിഗിനിങ് മുതൽ എൻഡ് വരെ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.